അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നോ എന്താടി വാടി പെണ്ണെ എവിടെ പോയി എടുക്കാണ്? ഓ ലിഫ്റ്റിക്ക് ഇടാൻ പോയി എടുക്കാണ്. വളരെ നന്നായി കൂടുന്നോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കർത്താവേ, നിന്റെ കുടി നീ നിർത്തി, നീ നല്ലവളാവട്ടെ. നിന്റെ കുടിയാണ് നിന്റെ നാശത്തേക്കുള്ള വഴി. നിന്റെ കുടി നിർത്തോ കർത്താവേ, സ്തോത്രം. നീ കുടി നിർത്തോ. അപ്പൊ കാത്തൂന്റെ കുടി നിർത്താൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടാ. കാത്തൂനെ മുമ്പൂടി കൂടിയുണ്ട്. അപ്പൊ ഞങ്ങള് നിർത്താനുള്ള ശ്രമത്തിലാ. സ്റ്റാൻഡിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് സ്റ്റാൻഡിന്റെ ആവശ്യം? ഇങ്ങനെയൊക്കെ സ്റ്റാൻഡ് അല്ല കാത്തൂന്റെ കുടി നിർത്തണം. എല്ലാരും മുട്ടുമരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കാത്തൂന്റെ കുടി നിക്കാനായിട്ട്. കാത്തു ഭയങ്കര കുടിച്ചേരി മാറുണ്ട്. ഉമ്പോടിച്ചി ഉമ്പോ കണ്ട അപ്പൊ ഉമ്പ വേണം കേട്ടാ. ഇനിയിപ്പോ ഞാൻ വർക്കിന് പോവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമ്മ ഉമ്പ ചോദിച്ചിട്ട് കറിയും. നോക്ക് വീഡിയോയിൽ ആയി പറ. കാത്തിന്റെ ഇഷ്ടമുള്ളവരോട് ആയി പറ. പ്രാന്താണ് പ്രാന്ത്. നട്ട പ്രാന്തളക്കി നടക്കണതാ. ഇപ്പൊ എന്നെ കടിച്ചിട്ട് ഓടും. ഞാനും തിരിച്ചൊന്ന് കൊടുക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ പരിപാടികളും എല്ലാം കാണിച്ചു തരാം. അതിന്റെ കൂടെ നമുക്കൊരു മെയിൻ ഉള്ള കാര്യം പറയണ്ട. കാരണം നമ്മൾ ഇത്ര നാളായിട്ട് നമ്മളെ കാത്തിന് മതം വെച്ചിട്ടില്ല. ഇപ്പല്ല, അതിന് ടൈം ആവട്ടെ. പറയാനുള്ള ടൈം ആയിട്ടില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ചെയറിനെ പറ്റി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കാണാത്തവർക്ക് ഞാൻ പറയാണ്, ഇതാണ് നമ്മളെ ലവ് ലാപ്പിൻ്റെ 4-in-1 ഹൈറ്റ് ചെയർ. അപ്പോൾ ഇത് വന്നപ്പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കാത്തമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ ചെയർ വന്ന പിന്നെ നമ്മൾ മുറ്റത്തിറങ്ങി നടന്ന് ഫുഡ് കൊടുക്കേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല. അവൾ ഹാപ്പി ആയിരുന്നു ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരാളെ ഹെൽപ്പ് വേണ്ട, ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കും. പിന്നെയും നമുക്ക് ഇനി കുറച്ചും കൂടി ഫുഡ് കൊടുക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ വായിൽ വെച്ച് കൊടുക്കേണ്ടത്. അതും ഈ ചെയറിൽ തന്നെ ഇരിക്കുമ്പോൾ അവൾ നമുക്ക് ഈസിയായിട്ട് ഫുഡെല്ലാം വായിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഉണ്ണികൾ ഇങ്ങനെ വല്ല സീറ്റുമൊക്കെ ഇരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഉണ്ണികൾ വീഴുമോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുത്തുമ്പോൾ നമുക്ക് അതിന് പേടിയുടെ ആവശ്യമില്ല. കാരണം 3-point സേഫ്റ്റി ബെൽറ്റാണ് വരുന്നത്. ഇതേപോലുള്ള ചെറിയ പിള്ളേർ നമ്മളിങ്ങനെ സീറ്റിൽ ഇരുത്തുമ്പോൾ എന്തായാലും ബെൽറ്റ് ഇട്ട് കൊടുക്കണം. കാരണം അവർ എപ്പോഴാണ് ഇറങ്ങി പോകാനൊക്കെ ശ്രമിക്കാമെന്ന് അറിയില്ല. നമുക്കിങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് ആ ഒരു സൈസിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവരെ ടൈറ്റാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുത്താം. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല. അവർ ടൈറ്റ് ആയിരുന്നോളും. ഇനി ഉണ്ണികൾക്ക് ഫുഡ് കഴിക്കാനുള്ള നമ്മൾ ഈ ട്രേ നമുക്ക് ഈസി ആയിട്ട് വെക്കാനും ഊരാനും പറ്റും. കാരണം ഇതിന് ചെറിയ ബട്ടൺ വരുന്നുണ്ട്. നന്നായി പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റു കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിരുന്നു. നമുക്കിത് ആ ഒരു സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് തുറന്ന് നമ്മൾ ആ ഒരു സൈസിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം നമ്മൾ കാത്തുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് അവൾക്ക് കയ്യിലിരുന്ന് വലിയ ആളായ പോലെയാണ്. പിന്നെ അവൾക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടണം ഇതിലിരുന്ന് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഉണ്ണികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ട്രേയിൽ നിറയെ ഫുഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ട്രേയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും ഈസി ആയിട്ട് എടുത്ത് മാറ്റി വാഷ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. കണ്ട നമ്മളെ കാത്തും ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കും കേട്ടോ. ഈ ഒരു ചെയർ വന്ന് പിന്നെ അവളാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൾക്കാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിനിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കാണെങ്കിൽ നമ്മൾക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വരാം. അവൾക്ക് അവിടെ ഫുഡ് വെച്ച് കൊടുത്താൽ മതി. അവൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം അവൾ എന്തൊരു ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ വായ തരുന്നുള്ളൂ. അതും നമ്മൾ കഴിച്ചാൽ ഒപ്പത്തേ നിൽക്കുകയാണെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം നിങ്ങൾക്ക് കാല് വയ്ക്കാൻ ചെറിയ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവരെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ആർക്ക് ഇരിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കാം. വേറെ വേദനകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സ്പോഞ്ച് പോലെയുള്ള മെറ്റീരിയലായിട്ട് വരുന്നത്. കണ്ടോ അവൾക്ക് ഫുഡ് മതിയായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോഴേ നോക്കി നിങ്ങൾക്ക് കാണാം ആ ട്രയം നിറയെ ഫുഡാക്കിയിട്ടുണ്ടാവും. അവൾക്ക് ചേർന്ന് എഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഈ വാശിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ട്രൈ ഇങ്ങനെ ഈസി എടുത്ത് മാറ്റി നമുക്ക് വാഷ് ചെയ്യാം. അവളെ എന്നോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് വെള്ളം വാരാൻ വേണ്ടി കടിയൊന്നും എടുത്ത് വെച്ചാൽ മതി. ഇനി ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് ബോറടിക്കുന്ന പിള്ളേരാണെങ്കിൽ വീലും വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. കണ്ട ആൾക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി പോലെ തന്നെ ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ പറ്റും. ഇനി ഇതും ഇരുത്തുമ്പോൾ പേടിക്കും വേണ്ട. കാരണം ഇത് 360 ഡിഗ്രി വീൽ വിത്ത് ലോക്കാണ് വരുന്നത്. അപ്പോൾ ഒരാടെല്ലാം സേഫ് ആയിരുന്നോളും.
ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണികളെ പഠിപ്പിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഐറ്റിനൊപ്പം ഇരുത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതെല്ലാം നിലത്തിരുന്നിട്ട് അവർക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും അതുപോലെ ഫുഡ് വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അതിനും ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാട്ടത്. നമുക്ക് നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. കണ്ട ഞാനും കാത്തും നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെയാണ്. ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഉണ്ണികളെ ഐറ്റം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല നമ്മളിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളുമേ ഉണ്ണികളെ ഇരുത്തണമെങ്കിലും നമുക്ക് അതിന്മേ ഇതെല്ലാം ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് നമ്മളെ ചെയറിനൊപ്പം ഇരുത്താട്ടോ. നമ്മൾ സാധാരണ ചെയറും ഇരുത്തുമ്പോൾ അവരുടെ ഐറ്റ് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഈ ഒരു ചെയർ വെച്ച് ഇരുത്തുമ്പോൾ കണ്ട അവരുടെ ഐറ്റും കറക്റ്റ് ആയിരിക്കും. അവർ ഹാപ്പി ആയിട്ട് നമ്മൾ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. നമ്മളിപ്പോൾ ബന്ധുക്കളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവരിങ്ങനെ മാറ്റി ഇരുത്തേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. കണ്ട കാത്തുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മാമൻ്റെ മേമയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണേൽ. അതിനിപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ഇവരെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിന് കമൻറ്റ് ബോക്സിൽ ഇവരുടെ ലിങ്കും ഞാൻ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കുള്ള ഒരു കമന്റ് ആദ്യം തന്നെ പറയാം. എന്താണ് കമന്റ് വന്ന? വേറെ ഒന്നല്ല, ഷോ വായിക്കണമെങ്കിൽ ഒരു മിനിറ്റ് അത് വായിച്ച തന്നെ കേൾപ്പിക്കണം, അന്നേരം ഫീല് കിട്ടുള്ളൂ. യെസ്, ഫീൽ. ഇപ്പോഴാണ് കേട്ടോ എന്നോട് പൊന്നു പറയണത്. ഞാനിപ്പോഴും കണ്ടോളൂ കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പിന്നെ ഫോർത്തിണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പിന്നെ ഇങ്ങനത്തെ നോക്കാറില്ല ഇപ്പൊ സത്യത്തിൽ. ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ എന്തോ ഇങ്ങനത്തെ കേസുകളൊന്നും നോക്കാറില്ല. അവൻ മെയിൻ ചെയ്യാറില്ല. കുറുമ്പത്തിയായിരിക്കുന്നു അല്ലേ? ആ നിന്നെ പറഞ്ഞേ, നിന്നടി പറഞ്ഞേ, നിന്നടി പറഞ്ഞേ. കുറുമ്പത്തിന്ന് പറഞ്ഞ പറ്റില്ല. അപ്പൊ ഞാനെന്തെല്ലാം കമന്റ് വായിക്കാം. നിങ്ങൾ ഈ കുട്ടിക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇതിന്റെ അപ്പൊ ഒരു കുട്ടീനെ വിളിക്കാൻ മന്ദില്ല ചേച്ചിക്കില്ല. ഇതിന്റെ കഴുത്തിൽ കൊന്ത ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ക്രിസ്ത്യൻ ആണോ? അല്ല, അറിയാത്ത ഒരാളെ കഴുത്തിൽ കൊന്ത കിടന്ന ആ കുട്ടി ക്രിസ്ത്യൻ ആണോ? അല്ലെങ്കിൽ ഒരു കുട്ടി ഭസ്മം തൊട്ട അല്ലെങ്കിൽ കുറി തൊട്ട കുട്ടി എന്താ ഹിന്ദു ആണോ? അങ്ങനെയൊക്കെ ഉണ്ടാ. അങ്ങനെയാണ് ആ ചേച്ചി വളർത്തുന്ന കുട്ടികളെ. അതാണ് ഏറ്റവും വലിയ എന്താ പറയാ വ്രണം മനുഷ്യരിൽ ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞെ എന്റെ മോളെ കഴുത്തില് കാത്തുമ്മ ഇങ്ങോട്ട് വാരി കമോൺ കമോൺ ട്രാ കമോൺ കമോൺ കാണിച്ചു നോക്കട്ടെ. ഇത് കൊന്ത, ഇത് കൊന്തയാണ് തന്നെയാണ്. ഇവിടെ കിടക്കുന്ന ലോക്കറ്റ് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാണ്. ഇനി കേട്ടോ പൊക്കോ പോട്ടെ എന്ന് വെച്ചിട്ട് എന്റെ മോള് ഹിന്ദു ക്രിസ്ത്യനോ എന്നില്ല. അച്ഛനും അമ്മ രണ്ടു മതമുണ്ട്. അപ്പൊ രണ്ടിലേക്ക് പോവാ. അവിടെ അമ്പലത്തിൽ വരാറുണ്ട്, പള്ളിയിൽ പോവാ. ഞാൻ ഒരു കാര്യം പറ്റേ, അവ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇപ്പൊ രണ്ട് ഇതുണ്ട് ഞങ്ങളുടെ ഇവിടെ. മാതാവിന്റെ ഫോട്ടോയും മെഴുതിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പൊന്നൂന്റെ അവിടെ കൃഷ്ണനും അവളുടെ ദൈവങ്ങളൊക്കെ വെച്ചിട്ട് അവൾ വിളക്ക് വെക്കാറുണ്ട്. അവൾക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോഴും എന്ത് ചെയ്യണം അവൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ വിളക്ക് കത്തിക്കാൻ പോയി. ഞാൻ നേരെ അവളെ എന്റെ അടുത്ത് വന്നിട്ട് അമ്മ കുയി എന്ന് പറയും. എന്താണ് കാണിച്ചു നോക്കട്ടെ. എന്താ കുരി? കുട്ടി കുറിയാറ്. ഇപ്പൊ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോ ഞങ്ങള് 6 മണിക്കാകുമ്പോ വൈകുന്നേരം കാലത്തും പ്രാർത്ഥിക്കും. കാലത്ത് അവള് ഉണ്ടാവാറില്ല, അവൾ ഉറക്കായിരിക്കും. വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോ അവളവിടെ വന്ന് ആദ്യം കാണിക്കുന്ന ആവാ. കാരണം ആൾക്കാർക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഭാസനത്തിന് പോയപ്പോ ഒരു ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയാണ് അവിടെ ഞങ്ങൾ തൊടാറ്. അപ്പൊ അത് രണ്ടും അവൾക്ക് വേണം. അത് രണ്ടും വേണം. അത് ആദ്യം ഉപ്പിനെ നാവ് കാട്ടും. അത് നാവുമ്പോ തൊട്ടിട്ട് കഴിഞ്ഞാൽ അവള് പിന്നെ ഇവിടെ കാണിക്കാം. എന്നോണ്ട് തൊട്ട് നിറയിച്ചെടുത്ത് കുട്ടി ഓക്കെ. കുട്ടിക്ക് രണ്ട് സ്ഥലത്ത് പോലെ എന്താ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവളുടെ അടുത്ത് ഒരു മതത്തിൽ നിൽക്കരുത്. നീ ഹിന്ദു എന്താ പറയാ അമ്പലത്തേക്ക് വാടി അല്ലെങ്കിൽ പള്ളിക്ക് മാത്രം അവളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിർത്തിയിട്ടില്ല. അവള് ഇപ്പൊ എന്റെ കൂടെ പള്ളിക്ക് വരാനായാലും അവളെ കൂടെ അമ്പലത്തേക്ക് പോകാനായാലും അവൾക്ക് ഒരു കുഴപ്പമില്ല. ഈ പറയുന്നവരുടെ മനസ്സിലാണ് ഈ രാഷ്ട്രീയം പിന്നെ ഈ മതം അതൊക്കെ എന്താ പറയാ ഇപ്പോഴും അതൊക്കെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ കാശ്മീര് ഈ ഭീകരാക്രമണ യുദ്ധം നടന്നു. എന്തോരം പോയി അവരൊക്കെ എന്താ എനിക്കറിയില്ല ഈ മതത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാനൊക്കെ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പോയ ദിവസമാണ് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ പള്ളിക്ക് പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പിന്നെ വെള്ളിയാഴ്ച ദിവസം അങ്ങനത്തെ ദിവസങ്ങളില്
ഉച്ചയ്ക്ക് കുറച്ചു നേരം അതിനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. എല്ലാ ക്ലാസ്സിലെ പിള്ളേരായിട്ട് ആ പള്ളിയിൽ ഫുള്ള് ഇരുന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് അല്ലാതെ അവിടെ ക്രിസ്ത്യൻ ആവുക എന്നല്ല. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പള്ളിയിൽ പോകാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഞാനപ്പോ ആ ഇഷ്ടം കൊണ്ട് ക്രിസ്ത്യനെ കെട്ടിയെന്ന് വെച്ചാൽ എല്ലാവരും കെട്ടണമെന്നുണ്ടാ നീ പറയാം. അതുകൊണ്ട് നീ ക്രിസ്ത്യനെ കെട്ടിയെന്ന് പക്ഷെ എല്ലാവരും കെട്ടണമെന്നില്ല. എല്ലാവരും എൻ്റെ പഠിച്ച എല്ലാ പിള്ളേരും ഇങ്ങനെ പള്ളിക്ക് പോയിരുന്നു. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇവനെ കല്യാണം കഴിച്ചത് എന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ മതം നോക്കിയിട്ടല്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. സ്നേഹിക്കാനുള്ള മനസ്സ് കുട്ടികളെ പഠിപ്പിക്കുക, അല്ലാതെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല കുട്ടികളെ വളർത്തേണ്ടത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ചേച്ചി ആയാലും മക്കള് ആളൊരു പ്രസവിച്ചൊരു അമ്മയാവൂലോ അല്ല ആവാൻ പോണ ഒരു വ്യക്തി ആണല്ലോ. ഒരിക്കലും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ട് കുട്ടികളെ നീ ഹിന്ദു കുട്ടികളോട് മാത്രം ഉണ്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനി കുട്ടികളോട് മാത്രം ഉണ്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ് ഈ ഭൂമിയിലുള്ളത്. എപ്പോഴാ എന്താ പറയാ കാലം വിളിക്കുമ്പോ പോവാ അത്ര തന്നെ ഉള്ളൂ. ഇവരൊക്കെ പഠിക്കാൻ പോയി തുടങ്ങിയ ആ സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികളുണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും. അവരോടെ മിണ്ടാൻ പാടും ഇവരോടെ മിണ്ടാൻ പാടും. പണ്ടത്തെ രീതികളാണ്. എന്താ പറയാ താഴ്ന്ന ആൾക്കാർ വീട്ടിൽ പോവാൻ പാടില്ല. ഇന്നൊന്നും അങ്ങനെ ഇല്ല. ഇന്നിപ്പോ എല്ലാവരും മനുഷ്യന്മാരാ. എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ പോയാലും എല്ലാവരോടും മിണ്ടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എന്റെ അറിവ്. എന്റെ വീട്ടിൽ എന്തെല്ലാം കാണിച്ചു തന്നിട്ടില്ല. അച്ഛനമ്മമാരാണ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ മിണ്ടണം, അല്ലാതെ ഒരാളുടെ അടുത്ത് അല്ല ഒരു കർത്തവന്റെ അടുത്ത് പോകരുത്, വെളുത്തവന്റെ അടുത്ത് മാത്രം മിണ്ടാൻ പാടുള്ളൂ. അതല്ല മക്കളെ പഠിപ്പിക്കുന്നത്. കറുത്തായാലും വെളുത്തായാലും രാഷ്ട്രീയമല്ല, മതമല്ല, ഒന്നുമല്ല, മനുഷ്യത്വം. അത് മാത്രമേ ഉള്ളൂ. ഒരാൾ റോട്ടിൽ കിടക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമല്ല, അല്ലാതെ മുഖത്തിരിച്ച് പോവല്ല വേണ്ടത്. അപ്പൊ മക്കളെ അങ്ങനെ വേണം പഠിപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ രാഷ്ട്രീയം മതത്തിന്റെ പേരിൽ വേർതിരിക്കുക അതൊക്കെ വളരെ മോശം പിടിച്ച പരിപാടി കേട്ടാ. ഞാൻ അതിൽ പൊന്നിനോട് പറഞ്ഞ നമ്മുടെ മോൾക്ക് അവളെ മനുഷ്യനായിട്ട്, അതായത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് ചെയ്യാനും നല്ലത് മാത്രം പറഞ്ഞു അതേ ഞങ്ങൾ നോക്കാറുള്ളൂ. അല്ലാതെ ഒന്നിന്റെ മുകളിലും എന്താ പറയാ കളറിന്റെ മുകളിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ അതൊന്നും ഞങ്ങൾ വളർത്തൂല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള തീർത്തും പറയണം. ഞങ്ങള് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവനോട് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലും മതം മാറ്റിയാന്ന്. പക്ഷെ അപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നൊക്കെ വരുമ്പോ എല്ലാവരും പറഞ്ഞു അതൊക്കെ ഇപ്പൊ പറയാം, കല്യാണം കഴിഞ്ഞാൽ നോക്കിക്കോ ഇങ്ങനെ മതത്തേക്ക് മാറ്റും എന്ന് തീർത്തും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മാറ്റും, അപ്പൊ പ്രശ്നങ്ങളാവും, പിന്നെ അമ്പലത്തേക്ക് ലൈഫിൽ പോകാൻ പറ്റില്ല, ഈ പള്ളിക്ക് മാത്രം പോകേണ്ടി വരുന്ന് എന്നിങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച ഒരാളുണ്ട്. എന്തപ്പോ ഉണ്ടായി? ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ദൈവം സഹിച്ച് 3 വർഷമാണ് പോണ്. ഇതുവരെക്ക് ദൈവം സഹിച്ച് നീ ക്രിസ്ത്യൻ ആവും, നീ പള്ളിക്ക് മാത്രം വരാവൂന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞ എപ്പോഴാ പോകണ്ട് ആ നേരം ആകുമ്പോ ഇവനെ വിളിച്ചവനെ കൊണ്ടും എത്ര നേരം വേണമെങ്കിൽ അമ്പലത്തിന്റെ പുറത്ത് അവൻ വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടിട്ട്. ഇവന് കയറാൻ പറ്റുന്ന അമ്പലങ്ങളാണെങ്കിൽ കയറാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ അമ്പലങ്ങളെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും അന്യമതക്കാർക്ക് കയറാൻ പാടില്ല. ചില അമ്പലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഇവനായാലും കയറാൻ ശ്രമിക്കാറില്ല, ഞാനായാലും കയറാൻ ശ്രമിക്കാറില്ല. അപ്പൊ ഓരോരുത്തരുടെ രീതികളാണ് നമ്മള് ചെയ്ത് ശരിയല്ല. ബാക്കി പള്ളിയിൽ വേണമെങ്കില്ലാത്തതുകൊണ്ട് ഞങ്ങള് എല്ലാ പള്ളിയിലും ഞങ്ങള് എല്ലാവരും കൂടെ പോകാറ്. അതിപ്പോ എന്റെ അച്ഛൻ തന്നെയാണെങ്കിൽ പോലും അല്ലേ പള്ളിക്ക് പോകാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ എല്ലാം കൂടി ഒരു അമ്പലത്തിൽ പോകാറുണ്ട്. ഞങ്ങളുടെ ഇതുവരെയ്ക്കും അങ്ങനെ ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മോളേമേലും ഞങ്ങൾ തന്നെ കാണിച്ചിട്ടില്ല. വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ വിളക്ക് കത്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദൈവങ്ങളിലും കുരുത്തം കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വാസം. ചേച്ചിയോടാണ് ഒരിക്കലും മക്കളെ അങ്ങനെ നമ്മൾ വളർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ പോവാ. അത് മാത്രല്ല ഒരു കാര്യം കൂടി പറയണ്ട്. ഇവളെ കഴുത്തിൽ മാത്രല്ല കേട്ടോ കൊന്തയുള്ളത്, കുടുക്കനും കുടുക്കിനൊക്കെ കഴുത്തിൽ കൊന്തെടുക്കുന്നത്. എന്താ വെച്ചാൽ അവനൊക്കെ ഞങ്ങൾ ക്രിസ്ത്യനാക്കാന്നല്ല. ഞങ്ങള് ഇന്നാള് കൃപാസനത്തിൽ പോയിണ്ടായിരുന്നു. എന്നായിരുന്നു 1-ാം തീയതി അല്ലേ? 1-ാം തീയതി 30-ാം നമ്മള് വർക്ക് ചെയ്യേണ്ട നേരം കൃപാസനത്തിൽ പോയിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ കുണുക്കനാണ് പറഞ്ഞത് എനിക്ക് ജപമാല വേണം, എനിക്ക് മാല വേണമെന്നിട്ട് കുണുക്കന് മേടിക്കുമ്പോ ഞങ്ങൾ 3 ആൾക്ക് മേടിച്ചതാ. കുണിക്കും കാക്കനൊക്കെ മേടിച്ചിട്ട് കൊടുത്താണ്. ഞങ്ങൾക്ക് പേടിയായിരുന്നു അവരൊക്കെ നശിപ്പിക്കുകയോ ഊരി കളിച്ച് നടക്കുമോ എന്നൊക്കെ. അത് ഐറ്റം കളിക്കാനുള്ള മാലകള് സ്വാമിനെ കളിക്കാനുള്ളതല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കാതിരുന്നത്. പക്ഷെ 3 ആളും അയച്ച് ഞാൻ കളിച്ച് നടക്കണമെന്നില്ല. എല്ലാവരും കഴുത്തിലിട്ടിട്ട് അതിന്റെ ഭംഗി പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങൾക്ക് പോവാം.
അപ്പോൾ അതാ ഞങ്ങൾ നേരെ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ വേറെ കമൻറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇട്ട ഡ്രസ്സിനെ പറ്റിയിട്ട് പ്രായത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണമെന്ന്. എൻ്റെ അറിവിൽ ഒരു ഡ്രസ്സിനും പ്രായപരിധി ഇല്ല എന്നാണ്. നമ്മളെ ഇഷ്ടമാണ്, നമ്മളെ കംഫർട്ടാണ്, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണു എന്നുള്ളതിലാണ്. ഞാൻ പണ്ടൊട്ടേ അത്യാവശ്യം മോഡലായിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ഒരാളായിരുന്നു. പിന്നെ അവന് അത്രയ്ക്കാണ് മോഡൽ ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു ടൈമിൽ. അപ്പോൾ ഞാനതങ്ങനെ അത്ര മോഡൽ ഡ്രസ്സെല്ലാം ഞാൻ ഉപേക്ഷിച്ച് അവന് ഏതാണോ ഇഷ്ടം ഒരു ഡ്രസ്സിലേക്ക് മാറി ആ ഒരു ലെവലിലേക്ക് പോയി. ഇപ്പോൾ അവന് ഞാൻ ഇങ്ങനത്തെ അവന് ഓക്കെ ഡ്രസ്സിൽ ഇങ്ങനത്തെ ഇട്ടാലും അവന് കുഴപ്പമില്ല. അവൻ മോശമായ ഡ്രസ്സ് എന്നോട് ഇടിക്കാറില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സും ഇടണേൽ അവന് പക്ക സപ്പോർട്ടാണ്. ഒരു പക്ഷേ ഈ ഒരു ഡ്രസ്സിൻ്റെ കേസിൽ എനിക്കൊരു അത്ഭുതം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് ഞാൻ മേടിച്ചു എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്നാണ്. അവൻ അനാവശ്യമായ വല്ല അനാവശ്യം എന്നല്ല അവൻ്റേതായ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ ലൈറ്റ്, സ്പീക്കർ, അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് അവൻ മേടിക്കാറുള്ളൂ ആമസോണിൽ. ഞാനാണെങ്കിൽ കിച്ചൺ സെറ്റുകളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ. അവൻ അങ്ങനത്തേക്കൊന്നും നോക്കാറില്ല. പക്ഷെ എന്തോ ഒരു ദിവസം ഞാൻ അങ്ങനെ കിടക്കുന്ന ടൈമിലാണ് വന്നിട്ട് പറഞ്ഞു, പൊന്നെ ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലേ, ഇത് ഓർഡർ ചെയ്തോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനത്തെ ഇടിയിക്കോ, ഇത്രയും അറക്കം കുറച്ച് ട്രൗസറായിട്ട് എന്നെ ഇടിയിക്കോ, അല്ലെ പിന്നെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത്യാവശ്യം എമൗണ്ട് ഉണ്ട് ആ ഡ്രസ്സിന്. എനിക്ക് തോന്നുന്നു 600 സംതിങ് 700 അത്രയ്ക്കാണ്ടുണ്ട്. ഇത്ര വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ചോദിച്ചു. പറഞ്ഞു നിന്നോട് ഞാനല്ലേ മേടിക്കാൻ പറഞ്ഞു, നീ മേടിച്ചോ, ഇടിയിക്കണോ വേണ്ടത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു ആഴ്ച കാമ്പളിക്ക് ആ ഡ്രസ്സ് വന്നു. വീട്ടിൽ വെച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ പക്ഷെ എൻ്റെ മനസ്സിൽ പോയത് അവൻ ഇടിയിക്കില്ല എന്നായിരുന്നു. കാരണം കല്യാണത്തിന് മുന്നേ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ അത്തരം ഡ്രസ്സുകളിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ ഇടാൻ പാടില്ല, ഇങ്ങനത്തെ ഇടണമെന്നൊക്കെ. ആ വ്യക്തി എന്നോട് ഇങ്ങനത്തെ ഇടിയിക്കും എന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം അവൻ അതിൻ്റെ മുന്നത്തേന്ന് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇത്രയും ചെറിയ ട്രൗസർ ഇടിക്കുമെന്ന് എനിക്കെന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനത്തെ 2-3 കൂടി ഓർഡർ ചെയ്യായിരുന്നില്ല ചോദിച്ചു. ആദ്യം ഇതൊന്നും ഞാൻ ലൈഫിൽ ഇടട്ടെ, ഞാൻ ഒരു ദിവസം ഇട്ടിട്ട് നീ എന്നെ ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അതിന് പിന്നെ നമുക്ക് യാത്ര നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അപ്പം ഇടാന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മളതിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ക്യാൻസലാക്കിയപ്പോൾ നമ്മൾ വേറെ കുറച്ച് പ്ലാനിലേക്ക് കടന്നപ്പോൾ നമ്മളത് ക്യാൻസലാക്കി ആ യാത്ര. അപ്പോൾ ഞാൻ എന്തായാലും ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ആ ഡ്രസ്സ് ഇട്ടത്. ഇട്ടപ്പോഴും ഒരു കുറച്ച് എനിക്ക് അവനായാലും പറഞ്ഞു, പൊന്നെ നീ ഇങ്ങനത്തെ ഡ്രസ്സ് സ്ഥിരമാക്കി, നീ ഇങ്ങനത്തെ 3-4 മേടിച്ചു, ഇതായിരിക്കും നിനക്ക് ഒന്നുകൂടി കംഫർട്ടാണ്, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയും പറഞ്ഞു, പൊന്നെ സൂപ്പർ, നീ എന്തും ഇങ്ങനത്തെ ഇട്ടാൽ മതി, എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ മോൾ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്നതൊക്കെ ഇഷ്ടം, നീ ഇങ്ങനത്തെ 3-4 മേടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനായാലും ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ വീട്ടിലായും പ്രശ്നമില്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഹസ്ബൻഡ്, എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവർ പിന്നെ പക്ക സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ വേറെ എന്താ നോക്കണ്ട്. നമുക്കതിനല്ല നാട്ടിലുള്ള എല്ലാവരും വാക്കും കേൾക്കാൻ പറ്റില്ല. നമുക്ക് അത്ര വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ വാക്കും മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ അതാ ഞാൻ കാത്തുമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം രാവിലെ എന്നെ അവൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആൾ ഒറ്റയ്ക്ക് വാരി കുടിക്കണം എന്നുള്ള ആളാട്ടോ അവൾ. അവൾക്ക് എല്ലാ ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അവൾ ഒറ്റയ്ക്ക് കഴിക്കുന്നത് മാത്രമല്ല, അവൾക്ക് കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, അവളൊരു വായി കഴിച്ചാൽ 10 വായി നമ്മളോട് തെറ്റിക്കും. പക്ഷെ എന്നാൽ ഞങ്ങളത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട് അവൾക്ക്. അപ്പോൾ അതാ അങ്ങനെ അവളും ഞങ്ങൾക്കായിട്ട് കുറേ നേരത്തെ ഗുസ്തിയിൽ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ അവൾ കഴിക്കലൊക്കെ നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ സമാധാനത്തിന് ഒരു 4-5 വായ വായിൽ വെച്ച് കൊടുത്തിട്ട്, ഞാൻ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിയ ഉരുളയായിട്ട് കൊടുക്കണം. അപ്പോൾ 4 വായ കഴിച്ചാൽ നമുക്ക് സമാധാനത്തിലിരിക്കാൻ പറ്റും. പിന്നെ കണ്ട ആ ഫുഡ് മാറ്റി വയ്ക്കാനുള്ള അലമ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്ക് മതിയായി, അവൾ കഴിക്കില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ കളിക്കാൻ ഫുഡ് ഇട്ട് കൊടുക്കില്ല. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കേസാണ് ഫുഡുമ്പോൾ കളിക്കരുത് എന്നുള്ളത്. അപ്പോൾ മതിയാക്കി ഞാൻ അവൾ എത്ര വാശി പിടിച്ചാലും ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ഞാൻ അവളുടെ ട്രേയും കാര്യങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറണ്ട് വന്നു. അപ്പം നമ്മൾ ഷേക്ക് അടിക്കേണ്ട വീണ്ടും പരിപാടിയിലേക്ക് കടന്നു. അപ്പോഴേക്കും പാലൊക്കെ ഞാൻ നന്നായി ഉടച്ചു കൊടുത്തു. ഏട്ട അങ്ങനെ ഇട്ടു, പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടിഞ്ഞ് കിട്ടില്ല. അവൻ
മുന്നേ അത് ഷോപ്പിലൊക്കെ നിന്ന ഒരു അറിവിലാണ്. പക്ഷെ അവിടെയൊക്കെ ഒന്നുകൂടി നല്ല മിക്സി ആയിരിക്കും. അതിലൊക്കെ അടിയണ പോലെ നമുക്ക് ഇതിലേക്ക് അത്രയ്ക്കണ്ട് ഈസി ആയിട്ട് എല്ലാം അടിഞ്ഞ് കിട്ടില്ല, കട്ടെല്ലാം ഇട്ട് കിട്ടില്ല. അപ്പം ഞാൻ എന്താ ഷേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് കട്ടപ്പാല്, അവക്കാടോ, ഒരു കാവശം. ഞാൻ പണ്ടൊരിക്കൽ ഫ്ലാറ്റിലുള്ളപ്പോൾ, തൃശ്ശൂർ ഫ്ലാറ്റിലുള്ളപ്പോൾ അടിച്ചപ്പോൾ ഒരു അവക്കാടോ ഫുൾ ഇട്ടപ്പോൾ ഒരു മെഡിക്കിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു ഫീലായിരുന്നു. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നാളെ ഞങ്ങളിത് മേടിച്ചപ്പോൾ ആ ചേട്ടൻ എന്താണോ ഞങ്ങളോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഇതൊരു വട്ടം മേടിച്ച് കഴിഞ്ഞാൽ എന്നൊരു 4-5 വട്ടം ഷെയ്ക്ക് അടിക്കട്ടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കുറച്ച് ഇടേണ്ട ആവശ്യമുള്ളത്. കുറച്ച് അവക്കാടോ ഇട്ടു, ഒരു കട്ടപ്പാല്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഓർലിക്സ്, ബൂസ്റ്റ്, ഒരു ഈത്തപ്പഴം കിടക്കുന്നത് കാത്തുമ്പോൾ കഴിച്ച് കിടക്കുന്നത് അവൾക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായി അടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് എന്ന് വെച്ച് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അവക്കാടോ ഷേക്ക് ഒരു വട്ടം അടിച്ച് ഭയങ്കര ഫ്ലോപ്പ് ആയപ്പോൾ എനിക്ക് അടിച്ചു കുടിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ അവക്കാടോ മേടിക്കൽ നിർത്തി. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും അഡിക്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ഞാൻ ഷേക്കിൻ്റെ പ്രാന്തിയാണ്. പക്ഷേ അവക്കാടോ ഞാൻ പണ്ടുണ്ടാക്കി എനിക്ക് ഇഷ്ടമാകത്തോടെ ഞാൻ പിന്നെ അവക്കാടോ ഷേക്ക് ഞാൻ അടിച്ചിട്ടില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ടൊക്കെ വിട്ടോ നോക്കി കുറച്ചുകൂടെ കട്ടയുണ്ട്. അപ്പോൾ ഞാൻ ആ ടീസ്പൂണിന് കുറച്ച് ഷേക്ക് എടുത്തിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. കാത്തുമ്പോൾ താത്താന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. സാധാരണ ആൾക്ക് മധുരം, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞ ആൾക്ക് വല്ലാതെ മധുരം ഇഷ്ടമുള്ള ഒരാളല്ല. ഐസ്ക്രീം ആയിക്കോട്ടെ ഷേക്ക് ആയിക്കോട്ടെ ആൾ വല്ലാതെ കുടിക്കില്ല. പക്ഷേ ഇതാൾക്ക് നല്ല ഇഷ്ടത്തോടെ ആൾ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതേപോലെ പറയേണ്ട അവൾ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഐറ്റംസാണ് അവൾ കഴിക്കുന്നത്. ചിലപ്പോൾ ഇത് അതുകൊണ്ടായിരിക്കാം അവക്കാടോ ഹെൽത്തി എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അല്ലാതെ ഇപ്പോൾ ഞാൻ കടയിലേക്ക് പോയി ഷേക്ക് മേടിക്കണമെങ്കിൽ എനിക്ക് സമാധാനമാണ്. അവൾ ഷേക്കൊന്നും കുടിക്കില്ല. ആൾക്കെല്ലാം ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ എല്ലാം മേടിച്ചു കൊടുത്താൽ മതി. അത് അവൾക്ക് ഇഷ്ടമാണ്, അത് അവൾ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ ഷേക്ക് അവൾ നന്നായി കുടിച്ചു കേട്ടോ. പിന്നെ അതാ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയാണ്. നല്ല കട്ടയാണ്. ഞാൻ ടീസ്പൂൺ എടുത്ത് വെച്ചു. ഇനി നിലത്ത് പോവുമെന്നൊക്കെ മേടിച്ചിട്ട്, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും. കണ്ടാൽ നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഷേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ കാത്തുമ്മയ്ക്ക് എപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കാറുള്ളൂ. കാരണം പിള്ളേർ ഗ്ലാസ്സുകൾ പൊട്ടിക്കുക, ഒരിക്കൽ പൊട്ടിച്ച് പിന്നെ അവർക്ക് അത് ഒരു കളിയായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് എപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സിലാണ് അവൾക്ക് ചായ ആണെങ്കിലും ഷേക്ക് ആണെങ്കിലും ഒക്കെ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ വാനില ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട അമ്മേനൊക്കെ ചീത്തയേക്കും, കുട്ടിയുള്ളപ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ട് കുട്ടിക്ക് വല്ല വയ്യാതെ പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് അങ്ങനെ അധികം കൊടുക്കാറില്ല. പക്ഷേ ഞങ്ങൾ ഫ്രിഡ്ജിൽ എപ്പോഴും ഐസ്ക്രീം ഉണ്ടാവും. അതെന്തോ എൻ്റെ ആയിട്ടൊരു പ്രാന്താണത്. പിന്നെ ഞാൻ കാത്തുമ്മയ്ക്കുള്ള ഷേക്കും കൊണ്ട് അവളെ ചെയറിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കാത്തുമ്മ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളെങ്ങാട്ട് വലിയ ടീസ്പൂൺ കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കുടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവൾ എന്ത് കഴിക്കുകയാണെങ്കിലും എനിക്ക് വായിൽ വെച്ച് തരും. അപ്പോഴേക്കായിട്ട് എനിക്ക് ഷേക്കിലേക്ക് കുറച്ച് കപ്പലാണ്ട് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുത്തു തന്നു. അപ്പോൾ അതാ ഞാൻ അത് കുടിക്കുന്നുണ്ട്. ഏട്ടനും അപ്പുറത്ത് വന്നിരുന്ന് കുടിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. ഞാനും ഏട്ടനും കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും ഇത് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. കാത്തുമ്മയാണ് കഞ്ഞി കുടിച്ച ആൾ. അപ്പം ഞാൻ എന്നോട് പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ഉണ്ടല്ലേന്ന്. ഇനി അവക്കാടെ ഒരു 2-3 വട്ടം കൂടി അടിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ പാലാണെങ്കിൽ ഒരു പാക്കറ്റ് കൊണ്ട് ഇരിക്കണുള്ളൂ. പക്ഷേ ഞങ്ങളിനിയും പാല് മേടിക്കും. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വല്ലതും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഞങ്ങൾക്ക് അങ്ങനെ പ്രാന്തുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ ഫ്ലാറ്റിലുള്ളപ്പോഴും എറണാകുളത്തുള്ളപ്പോഴൊക്കെ ഞങ്ങൾ എപ്പോഴും ഷേക്ക് ഉണ്ടാവും. ഞങ്ങൾ എപ്പോഴും ഷേക്ക് അടിച്ച് കുടിക്കുമായിരുന്നു. പക്ഷേ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഷേക്ക് അടിച്ചിട്ടേ ഇല്ല. ഈ വീട്ടിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പല ജ്യൂസുകളുണ്ടെങ്കിലും ഷേക്ക് അടിച്ചിട്ടില്ല. എന്താണാവോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞങ്ങൾ അടുപ്പിച്ച് ഷേക്ക് തന്നെയായിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾ അത്രയും പ്രാന്തന്മാരാണ്, ഞാനാണേലും ഏട്ടനാണേലും. ഞങ്ങൾ ഇവിടെ നല്ല ഷേക്ക് അടിച്ചു കുടിക്കാറില്ല. പക്ഷെ ഞങ്ങൾ പുറത്തിട്ട് എപ്പോഴും ഷേക്ക് കുടിക്കും. എപ്പോഴൊക്കെയാണോ പുറത്ത് പോയിട്ട് ഏട്ടന് മേടിച്ചെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ മേടിച്ചിരും. വർക്ക് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഏട്ടയ്ക്ക് ഷേക്ക് മേടിച്ചിരും കേട്ടോ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഷേക്ക് കുടിക്കാൻ പറ്റാറില്ല. കാരണം അച്ഛൻ ചീത്ത പറയും, പിള്ളേർക്ക് പനി വരുന്നുണ്ട്, അച്ഛൻ ചീത്ത പറയും. കൂടുതൽ ഞാനും ഏട്ടൻ ഒറ്റയ്ക്കുള്ളപ്പോഴാണ് ഷേക്ക് കുടിക്കുക. അല്ലെങ്കിൽ കാത്തുമ്പളപ്പോഴും. കാത്തുമ്മ അങ്ങനെ അധികം കുടിക്കാത്തതുകൊണ്ട് കാത്തുമ്മ ഉണ്ടോ അവൾ കഞ്ഞി പിന്നെ കുടിക്കുക. ഷേക്കിൽ കൂടുതലും കളിയാണ് നടക്കുക. പിന്നെ നമ്മളവൾ വായിൽ വെച്ച് കൊടുക്കണം. അവൾക്ക് ഒറ്റ കൊടുത്താൽ ചിലപ്പോൾ അവൾ വയറ് നിറഞ്ഞിരിക്കുന്ന ടൈം തന്നെ അവളിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐസ്ക്രീം തോണ്ടിയെടുത്ത് കഴിക്കുന്ന ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഷേക്കൊക്കെ കുടിച്ച് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഷേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി അടക്കം തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം അവളെ കഞ്ഞി കളഞ്ഞിട്ടുണ്ട്, ഷേക്കിൻ്റെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്.
അതൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കണം. ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയി വരുമ്പോൾ എന്തായാലും ലൈറ്റാവും. പിന്നെ വന്ന് നമുക്ക് അടിച്ചോടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവിടെ കടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മ വിളിക്കുന്നുണ്ട്, വേഗം വായെന്ന് പറഞ്ഞിട്ട്. ആ അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞിരിക്കണേ. വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മയെന്ന് എനിക്ക് എന്തായാലും ചെയ്തേക്കും, അത് ഉറപ്പാണ്. ഒരാവശ്യത്തിന് വിളിച്ചാൽ അവിടെ നിന്ന് പണിയെടുക്കാൻ നിൽക്കുന്നു പറഞ്ഞിട്ട്. എനിക്ക് നല്ലൊരു മൂടുള്ള ദിവസമാണെങ്കിൽ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട് എപ്പോഴും ക്ലീൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ചില ദിവസങ്ങൾ എനിക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാൻ വെച്ചിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. ഇത് കൊണ്ടേക്കാണെങ്കിൽ വരുമ്പോ സോറി മോനെ കടിച്ചു വരാണ്ട് സ്ഥലല്ലേ ഇത് കൊണ്ടേക്കാ നല്ലത്. കഴുകിക്കും വേണം. ഞാൻ എല്ലാ പത്രം കഴുകി വെച്ചിട്ടുണ്ട്. എന്റെ താക്കോല അത് ബിസ്ക്കറ്റല്ലാന്ന് ഇതെന്തുപോലെ ആക്കി വെച്ച് നോക്കണേ. കടിച്ചു തിന്നു അത്. കടിച്ചു തിന്നോ? നന്നായി. മൂത്രയിച്ചില്ല. എന്നിട്ട് അനങ്ങാണ്ടി ഇരിക്കണോക്കെ അവള് ദേ മാക്കാണ്ടി മൂത്രയിച്ചിട്ട് മിണ്ടാതിരിക്കാണോ? നോക്കിയേ പൊന്ന കുരുത്തക്കേട്. പോട്ടെ വാടി കുളിക്കാൻ പോവാ. അപ്പൊ കുളിപ്പിച്ചേരാ. ഇതൊക്കെ അമ്മ വൃത്തിയാക്കി. ഇതൊക്കെ അമ്മ കഴുകി വെച്ചോ കുഞ്ഞി. താക്കോല അവിടെ വെക്കേ. ഇതെന്തരിത്? അന്ന് തിരിച്ചു വെച്ചോ. എന്നോട് മൂത്രയിക്കണേ പറയാൻ പറഞ്ഞല്ലേ? പറഞ്ഞിണ്ടായിരുന്ന ഇത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടല്ലേ ചോദിക്ക. നിന്നോട് തന്നപ്പോ നീ കുടിച്ചൂലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ്. അതിൽ കുറച്ചുണ്ട്. മിഠായി ജ്യൂസ് ഐറ്റംസ് ഒക്കെ കുടിക്കുള്ളൂ. നീ നമുക്ക് കുളിക്കാൻ പോവാ. കഴിഞ്ഞു ഇനി. അപ്പൊ വെളിച്ചെണ്ണ വെച്ചാൽ നമുക്ക് കുളിക്കാൻ പോവാ. പോവാ. അയ്യോ നല്ല സ്വഭാവട്ടെ ഇത്. കേട്ടില്ലേ? എന്റെ കാലിനോട് തുടക്കിയ പോവാ. കുളിക്കാൻ പോവാ. നിന്റെ സ്വഭാവേ അല്ല. കുളിക്കാൻ പോവാടേ. എന്താ ടേപ്പൊക്കെ എടുത്തിട്ട് എങ്ങട്ടാ? കുളിച്ചിട്ട് വരാം. ഓക്കെ. ഇവിടെ ക്ലാസ് കഴിയില്ലേ? അപ്പൊ കഴുകിട്ട് ഞാൻ കുളിപ്പിച്ചിട്ട് വരാം. അങ്ങനെ ഏട്ടൻ കാത്തുമ്മേനെ എണ്ണയൊക്കെ തേച്ച് ബാത്റൂമിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ തുടക്കഴിഞ്ഞ് പോകുമ്പോഴേക്കും മേത്ത് എണ്ണയൊക്കെ പിടിച്ച് കഴിഞ്ഞ് കുളിപ്പിക്കുക വേണ്ടു. അപ്പോൾ ഞാൻ വീടൊക്കെ തുടയ്ക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെവിയിൽ ഫോണുണ്ട്. അത് വേറെ വർക്കിൻ്റെ ആട്ടോ. വർക്കിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ ഏട്ടൻ ഫ്രീ അല്ലെങ്കിൽ ഞാനാണ് ഫോൺ എടുക്കുക. അപ്പോൾ ഞാൻ അവരോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഏട്ടനാട്ടോ ചെയ്യുക. ഏട്ടൻ ഇങ്ങനെ വല്ല തിരക്കിലാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാറില്ലെങ്കിൽ ഫോൺ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും ഞാൻ പണിത്തിരക്കിൽ തന്നെയായിരിക്കും. പിന്നെ നമ്മളെ കാത്തുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാട്ടോ. പിന്നെ അവളെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഇടയിച്ചിട്ട് ഏട്ടെ എന്തെങ്കിലും വണ്ടി ഓടിച്ച് കളിപ്പിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കളിക്കാനുള്ള മോന്ത കണ്ടാൽ നിനക്കറിയാം. അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് എന്നെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടാളെ സെറ്റാക്കി കൊടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടിക്കളിക്കൊക്കെ ഏട്ടനാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതാ നമ്മൾ വീടെത്തി കഴിഞ്ഞപ്പോൾ അമ്മ പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൾ പുട്ടും ചിക്കൻ കറിയും കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കാത്തുമ്മയ്ക്കും കൊടുത്തു. അവർ കഴിക്കാനാണിപ്പോൾ നമ്മൾ കാത്തുമ്മയ്ക്കും കഴിക്കും ഒരാഗ്രഹം. അപ്പോൾ ഞാൻ കാത്തുമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ അവൾക്ക് മീമി എന്നിട്ട് അവൾ ചിക്കൻ നന്നായി കഴിക്കും. അവൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അവൾ ചിക്കൻ കഴിച്ചോളൂ, പുട്ടൊന്നും കഴിച്ചില്ല. കുണുക്കനെ കുണിക്കും പുട്ടും ചിക്കനൊക്കെ കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര കളപ്പം, നാളെ പുതിയ വീഡിയോ ആയിട്ടും വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയെങ്കിലും എല്ലാവരും മതത്തിനെ പിടിച്ച് പറയാതിരിക്കുക. ഞങ്ങൾ കാത്തമ്മയ്ക്ക് മതം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കാത്തമ്മനെ ഒരു മതത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അവൾ എല്ലാ മതത്തിലും ഒന്നിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അമ്പലത്തെയും പോവും, പള്ളിയിലേക്കും പോവും, എല്ലാം പോവും. ഞങ്ങളെ മനസ്സില്ലാത്ത ദിവസം നിങ്ങളായിട്ട് കൊണ്ടിട്ടല്ലേ. കാത്തമ്മ കൊന്നിട്ടാണ് കാത്തമ്മനെ ക്രിസ്ത്യനാണോ എന്ന് ഞാൻ പറഞ്ഞു. കുണുക്കനെ കുണിക്കൊക്കെ കൊന്നിട്ടുണ്ട്. അങ്ങനെ വല്ല ഉണ്ടാ?